ഹായ് ഹലോ ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പെട്ടി കെട്ടലാട്ടാ. ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. ഇന്ന് വർഷയ്ക്ക് രാവിലെ 3 വർക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ നമ്മള് പെട്ടി കെട്ടാൻ വേണ്ടിട്ട് പോവുകയാണ്. അപ്പൊ ആരാ പോകുന്നത് എന്താ പോകുന്നത് നമ്മള് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. പോകുന്നത് മറ്റാരുമല്ല ഗൈസ്, ഞാനും അല്ല നദീർക്കല്ലോ, ഉമ്മയാണ് പോകുന്നത്. ഞാനും നീ എന്തായാലും പോകില്ലെന്ന് അവർക്കറിയാം. ഞാൻ മുഫീദോ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവായിരിക്കും, ചിലക്ക് മനസ്സിലായിട്ടുണ്ടാവായിരിക്കും. ഉമ്മയാണ് പോകുന്നത്. ഉമ്മ ഇപ്പൊ 2 മാസത്തേക്കാണ് വിസ അല്ലെ, 1.5 മാസത്തിനുള്ളിൽ എന്തായാലും വരും. കാരണം എന്താ വെച്ചാൽ റുദേന്റെ 7 മാസം അകലുണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു ചടങ്ങ് എന്തായാലും ആക്കും. ഫസ്റ്റത്തെ എന്തായാലും ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അതിന്റെ വ്ളോഗൊക്കെ അടുത്ത മാസം എന്തായാലും ഉണ്ടാവും. പിന്നെ ഇത് പോവാനുള്ള കാരണം എന്ന് വെച്ചാല് നമ്മളെ ഒരു 5 ദിവസം മുമ്പ് കുറച്ച് ദിവസം മുമ്പ് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പാക്ക് വരാൻ വേണ്ടി പറ്റൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അറബി വേറൊരു വീട് ഫ്ലാറ്റാണ് വില്ല വില്ലല്ലേ? അല്ല, വീടെടുത്തത് അതന്നെ വില്ലല്ലേ? വില്ലല്ല, അവര് സ്വന്തമായിട്ട് വീടെടുത്തതാന്ന്. വില്ല പറയല്ലേ? ഒക്കെ ശരി, സമ്മതിച്ച്. അപ്പൊ അവര് വീട് മാറുന്നോണ്ട് ഉപ്പാക്ക് നാട്ടിലേക്ക് വരാൻ വേണ്ടി പറ്റൂല. ഞാന് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ, അങ്ങോട്ടേക്ക് പോവാൻ, അതായത് അറബി പറഞ്ഞ് പോവണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതിന് പകരത്ത് നീ നിന്റെ വൈഫിനെ കൂട്ടിക്കോന്ന് പറഞ്ഞു. പിന്നെ ഉമ്മാക്ക് സന്തോഷം തന്നെ. അവർക്ക് പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ലേ, കൊറേ എന്താ പറയാ വർഷങ്ങളിലും കഴിഞ്ഞിട്ട്. വർഷമായിട്ടില്ല, ഉമ്മയെടുത്ത് പോയിട്ട് വന്നതാണ്. അല്ലടാ, അവര് വർഷത്തിൽ ഇങ്ങനെയല്ല കാണും. നമ്മളെല്ലാം ഇപ്പൊ ഒന്നിച്ചിട്ടുണ്ടാകുന്നില്ല, അതുകൊണ്ട് നിങ്ങളെ ഞാൻ വിടാത്തത്. അപ്പൊ പിന്നെ അത് മാത്രല്ല, റുദ ഇവിടെ ഉണ്ടാവൂല. റുദ ഇപ്പൊ 3 ദിവസം മുമ്പ് പോയത്. അപ്പൊ എന്തായാലും ഇനി ആദ്യം വന്നിട്ട് ആദ്യം തിരിച്ചു നോക്കൊന്നും ഉണ്ടാവില്ല അല്ലേ? റുദ പോകുന്നതിന് മുമ്പ് ഇത് പ്ലാൻ ചെയ്തിട്ടില്ല. പോയതിന്റെ 2 പിറ്റേ ദിവസമായിട്ടാണെന്നൊന്നും അറബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുവരെ ഉപ്പ ഇങ്ങോട്ട് വരുമെന്നുള്ള ഹോപ്പ് ഉണ്ടായത്. 5 ദിവസത്തേക്ക് വരുത്തി നഷ്ടമാണ്. 5 ദിവസത്തേക്കെല്ലാം വരുത്തി ഭയങ്കര നഷ്ടമാണ്. ഇൻഷാല്ലാ എപ്പെങ്കിലും ലീവ് ഇതിന്റെ ഇടയിൽ, അതായത് അടുത്ത വർഷത്തിന്റെ ഉള്ളിൽ എപ്പെങ്കിലും ലീവ് കിട്ടുമെങ്കിലാണ് വരുമായിരിക്കും. അങ്ങനെ ഉണ്ടാവാം. പിന്നെ അത് മാത്രല്ല, നെസ് ബേബിക്കും ഉമ്മ പോകുന്ന പറയുമ്പോ ഒരു ഇത് തന്നെ ഉള്ളത്, പ്ലെയിന് വരുന്ന. പിന്നെ സാഹിറ എന്തായാലും ഇന്ന് ഉണ്ടാവും കേട്ടോ. സാഹിറ നമ്മൾ അധികം വീഡിയോയിലൊന്നും ഉണ്ടാവില്ല. അവള് ഇവിടെ വരുന്ന സമയത്ത് നമ്മള് വ്ളോഗൊന്നും എടുക്കലുണ്ടായിട്ടില്ല. അപ്പൊ ഓളിന്ന് എന്തായാലും ഉണ്ടാവും. ഉമ്മ പോകുന്നില്ല, അപ്പൊ എന്തായാലും വരുമല്ലോ. നമ്മൾ വരുന്ന സമയത്ത് ഓളെയും ഉൾപ്പെടുത്തിയിട്ട് നമ്മള് കാണിക്കാം. ഓക്കെ, പെട്ടി കെട്ടുന്ന ആ ഒരു ഇത് കാണാം. നമ്മളെ ലൈഫിലോട്ടേക്ക് ഒരു ബേബി വന്നതിനാൽ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ ബേബീസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയപ്പർ സെലക്ട് ചെയ്യാന്നുള്ളത്. കാരണം അതിന്റെ ലീക്കേജ്, പിന്നെ അതുപോലെ തന്നെ സൈസ്, ഇവൊന്നും നോക്കാണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ഒരു ഡയപ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ബേബിക്ക് ഇറിറ്റേഷൻ, അതായത് റാഷസ്, പിന്നെ അതുപോലെ തന്നെ ലീക്കേജ്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. റാഷസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലല്ലോ, നമ്മളെ ബേബി അത്രയും അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ നെസ് ബേബിക്ക് യൂസ് ചെയ്യുന്നത് ഈ ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ് ആണ്. ഈ ഒരു ഡയപ്പർ നമ്മളെ ബേബിന്റെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഡയപ്പറിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്ന് പറയുന്നത് ലീക്ക് ആവാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഒരു ഡയപ്പറിൽ 5 ലെയർ സൂപ്പർ ലൈറ്റ് കോറാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ ലീക്ക് ആവാൻ ചാൻസേ ഇല്ല. പിന്നെ 12 hours ലോങ് ലാസ്റ്റിംഗ് ആയിട്ടാ വരുന്നത്. അതുപോലെ തന്നെ എയർ കംഫർട്ടും കൂടിയാണ്. നമ്മൾ ബേബിന്റെ സ്കിൻ കെയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ ആന്റി റാഷ് അലോവേറ ലോഷൻ ഉള്ളതുകൊണ്ട് തന്നെ റാഷസ് അങ്ങനെയുള്ള ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു പാൻസിന്റെ അബ്സോർബൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ്സിൽ 500 ml കളർ വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ നമ്മളെ പാൻസ് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് എത്രത്തോളം ഡ്രൈ ആയിട്ടുണ്ട് നോക്കട്ടെ. നമ്മൾ ടിഷ്യൂവിൽ ഒരു തുള്ളി പോലും വെള്ളമില്ല, ഫുൾ ഡ്രൈ ആയിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് എന്താ സ്ക്വീസ് ചെയ്ത് നോക്കട്ടെ. ഈ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്ത് നോക്കാം. ഇതാ സ്ക്വീസ് ചെയ്തിട്ടും ഒരു തുള്ളി പോലും പുറത്തേക്ക് വന്നില്ല. അത്രത്തോളം നമ്മളെ പാൻസ് അബ്സോർബ് ചെയ്തു കേട്ടോ വെള്ളം. അപ്പോൾ ഈ വെള്ളമെല്ലാം എവിടെയാണ് പോയതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ പാൻസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇതാ ജെല്ല് പോലെയാണ് ആയിട്ടുള്ളത്. അവിടെ ഒരു ലിക്വിഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ അലോവേറ ഉള്ളത് കൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 0 ഇറിറ്റേഷൻ ആണ്. ഇതിന്റെ
മെറ്റീരിയൽ പറയുകയാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ ബേബീസ് അത്രയും കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ഇതിലിങ്ങനെ ഒരു യെല്ലോ ലൈന് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബേബീസിൻ്റെ യൂറിന് നിറഞ്ഞിനോന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. ഈ യൂറിൻ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യെല്ലോ കളർ ബ്ലൂ കളറായിട്ട് മാറും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബാക്കിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളെ യൂസിന് ശേഷം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ഡിസ്പോസ് ചെയ്യാനും പറ്റും. പിന്നെ ഈ ഒരു പാൻസ് നമുക്ക് ഡിഫറെൻറ്റ് സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളെ ബേബീൻ്റെ ഓരോ മന്തിലെ സൈസും അതുപോലെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ പാൻസ് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യത്തെ അതിൻ്റെയൊക്കെ പേക്കണ്ടാഞ്ചിനെ വേറെ മാറ്റി ആ ഓക്കെ. ഒന്നും അറിയില്ല എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല മിസ്റ്റേക്ക്. ഇത് വർക്കിന് വേണ്ടി തലക്കടി കൊണ്ട പോലെ ഇല്ലത്. ഇതിന്റെ മൂടെ അതാ പോയി അതിന്റെ ആയിരിക്കില്ലേ. ഉമ്മ ഈ കട്ടിലുള്ളതല്ലേ എടുത്തിടണ്ടി. ആ നമ്മള് ഉമ്മ പോകുമ്പോ വന്നിട്ടാ പൊടി ഐറ്റംസ് സംഭവം എല്ലാം കൊണ്ടുപോക്ക്. കാര്യമായിട്ടൊന്നും കൊണ്ടുപോക്കൊന്നുമില്ല, പത്തലിന്റെ പൊടി. പിന്നെ അതുപോലെ തന്നെ ഉമ്മ പോയാലല്ലേ ഉപ്പാക്ക് പത്തലും നെയ്പത്തലും മറ്റേ മുട്ടസിറുക്കി ആ സംഭവം എല്ലാം ചുട്ടുകൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മ പോകുമ്പോ ഇങ്ങനത്തെ പൊടി ഐറ്റംസ് എല്ലാം കൊണ്ടുപോക്ക്. ഇപ്രാവശ്യം കൊണ്ടുപോകുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, പത്തലിന്റെ പൊടി. ഉമ്മ പുട്ടുപൊടി കൊണ്ടുപോകുന്നുണ്ടാ? ആ പുട്ടുപൊടി ഇങ്ങക്ക് ആടല്ലേ. ആ അങ്ങനൊക്കെ ആടെ അടിപൊളി പുട്ടുപൊടി കിട്ടും. നമ്മ അങ്ങക്ക് ഓർമ്മയില്ലേ നമ്മ പോയ സമയത്ത് അവിടെ നിന്ന് തന്നെ അടിപൊളി പുട്ടുപൊടി. അതൊന്നും ശ്രദ്ധിക്കൂലേ. ഇതിലേക്ക് ഇനി ഇത് കുറച്ച് തട്ടിയിട്ട് ബാക്കി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ എടുക്കണ്ടി. ആ രണ്ടും തന്നെയല്ലേ. അയ്യോ ഇത് കൊടുത്തു ബക്കറ്റ് തിരക്കന്നെ കേസ് കിട്ടിയില്ല കുപ്പി. ആ ഒരു കുപ്പിയും തപ്പിയിൽ കൊറേ സമയം കളിക്കുന്നുള്ളൂ. ഇതില്ലേ ഞാൻ റൂമിൽ എന്തിനോ പോയ സമയത്ത് അവിടെ വെച്ചിട്ടുണ്ടായിന്. ഇതിലെന്തിനാ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഉമ്മക്ക് ഇത് അവിടെ കൊണ്ടുപോയ പാടിന് ഇങ്ങനെ കോരി പത്തല് ചുടല വേണ്ടു. സാധാരണ നമ്മൾ ആ ഒരു കവറില്ലേ, ആ കവറിലാണ് കൊണ്ടുപോകും. ഇപ്രാവശ്യം കുറച്ചധികം കൊണ്ടുപോകുന്നുണ്ട് തന്നെ കുറച്ച് വലിയ ഇതെല്ലാം കൊണ്ടുപോകുന്നത്. നമ്മള് ആദ്യമായിട്ടാണ് കേട്ടോ ഉമ്മ കൊണ്ടുപോകുന്ന സാധനത്തിന്റെ എല്ലാം വീഡിയോ എടുക്കുന്നത്. എപ്പോ ഇതുപോലെ കൊണ്ടുപോക്കുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നത്. ഉപ്പ ഒന്നും കൊണ്ടുപോക്കില്ല കേട്ടോ. ഉപ്പ പറയല് എന്തിനാണ് ഇവിടെ കിട്ടാത്ത സാധനം ഒന്നും ഇല്ലാന്നാ പറയില്ല. അതുകൊണ്ട് ഒന്നും കൊണ്ടുപോക്കില്ല. ആകെ കൊണ്ടുപോക്ക എന്തും കൊണ്ടുപോക്ക അച്ചപ്പല്ല കോയൽ. ആ കോയലപ്പം അതാ കൊണ്ടുപോക്ക് കാര്യമായിട്ട്. അതവിടെ കിട്ടൂലല്ല മെയിനായിട്ട്. മറ്റേ ഇതെല്ലാം മറ്റേ പേപ്പറില് ഇതിലെല്ലാം ആക്കുന്ന കവറില് ഒറ്റ മോളായാലും ഇതാണ് ഉത്തരവാദിത്തങ്ങളെ. ചോദിച്ചു മേടിച്ചിട്ടുണ്ടാ. ഉമ്മാക്കില്ലേ ഉമ്മാന്റെ സാധനം ഉമ്മ തന്നെ എടുത്തു വെക്കണം. ഉമ്മാൻ്റെത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ എന്റേത് നദീർക്കാൻ്റെയോ നമ്മളെല്ലാരും എൻ്റെ അനിയൻ്റെതായാലും ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ ആ 10 മിനിറ്റ് മുമ്പ് മാത്രമേ നമ്മ സാധനം എല്ലാം റെഡിയാക്കി വെക്കൂ. പക്ഷെ ഉമ്മാന്റെ അങ്ങനല്ല കേട്ടോ. ഒരാഴ്ച മുമ്പ് 1 മാസം മുമ്പെല്ലാം റെഡിയാക്കി വെക്കും. അങ്ങനത്തെ ആളാണ്. അപ്പൊ ഉമ്മാക്കുള്ളത് നമ്മൾ എടുത്തു വെച്ചിട്ട് ബാക്കി നമുക്കുള്ളത് ഇതെടുത്ത് വെച്ചിട്ടാണ്. ഉമ്മ തിരിച്ചു വരുന്നവരെ ഇതൊന്നും അനങ്ങൂല. മോളെ ലാസ്റ്റത്തെ 2 വീഡിയോയിൽ കാണായിട്ട് അവളെ ആരാ ചോദിച്ചത്? റെജില സിപി. അവളെല്ലാ വീഡിയോയിലും കമന്റ് ഉണ്ടാവും. അവളെ കമന്റ് ഇല്ലാത്തൊരു വീഡിയോ ഉണ്ടാവില്ല. റെജില സിപി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ 2 വീഡിയോ ഇവിടെ ഉണ്ടായിട്ടില്ല. ഫോട്ടോ എടുക്കാനാ? പെട്ടിയൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മുടെ ആകാരന്റെ പെട്ടിയെല്ലാം ഗൾഫിപ്പൊക്കെ. അതന്നെ ഭാഗ്യമുണ്ട് ആകാരന്റെ പെട്ടിക്ക്, ഈ പത്തലിന്റെ പൊടിക്ക്, പിന്നെ മുളക് പൊടിക്ക്. ഗ്ലാസ് ടാപ്പ് പോരെ, മറ്റേ ബ്രൗണിനും വേണ്ടത് അല്ലേ? പണ്ട് പെട്ടി കെട്ടല് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചടങ്ങും പെട്ടി കെട്ടാൻ അറിയില്ലേ, സാധനം എടുത്ത് വെക്കാനും അറിയും. കെട്ടലിന്റെ ഉമ്മ തന്നെ കെട്ടണം. ബേബി എന്താ ചെയ്യുന്നത്? അത് വെക്കണ്ട മോള്. മോള് മോളെ വക പെട്ടി വെക്കുന്നു. ഇതൊക്കെ കൊറേ സാധനം എല്ലാം എടുത്തിട്ടാ കുഞ്ഞിരി സംഭവം എല്ലാം എടുത്തിട്ട്
ഇതെന്തിനാന്ന് കെട്ടുന്നെന്ന് അറിയോ നസൂന്? എന്തിനാ അറിയൂല? ഏ ഉപ്പാപ്പാക്ക് കൊണ്ടു കൊടുക്കാനാ? എവിടെ ഉമ്മ എവിടെ പോകുന്നത് അറിയാം നമുക്ക്? ദുബായിലാ. എന്തിനാ പോകുന്നേ? എന്തിനാ ഉമ്മാമ്മ പോകുന്നേ? ഉപ്പാപ്പാനെ കാണാനാ? അന്നേരം നെസൂനും ഉമ്മാമാനെ മിസ്സാവോ? മിസ്സാവോ? ആവൂ. ഐ മിസ് യു പറ. പോവണ്ടെന്ന് പറ. ഞാൻ സായിറാനെയും കൂട്ടിയ സാധനം വാങ്ങിട്ട് വരാം. ഏതെല്ലാം പറഞ്ഞോ മർസി? മസ്കൻഡാപ്പ് തന്നെ അതിന്റെ പേര്. മസ്കൻ എന്നല്ല പറയുന്നു. മസ്കത്തേക്ക് ബ്രൗൺ ആണ്. ബ്രൗൺ കളറാണ്. മറ്റേ സാധാ സിൽവർ അല്ല കേട്ടോ, വൈറ്റ് അല്ല. വേഗം പോയിട്ട് വാ. വൈറ്റ് എവിടെ ഉള്ളത്? അത് പട്ടിക്ക് ഒട്ടിക്കാൻ വേണ്ടിട്ട് പറ്റൂല. പറ്റാണ്ടൊന്നുമില്ല, അല്ലേ? നമ്മളെ കഴിഞ്ഞ 2 വീഡിയോയില് സായറാനെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന്. നമ്മളിവിടെ കണ്ണൂര് സിസ്റ്റം പ്രകാരം സായറാന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഞാൻ കുറെ ആൾക്ക് റീപ്ലൈ കൊടുത്തു. സായറാന്റെ വീട്ടിൽ തന്നെയാണ്. നമ്മള് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത്, ഇവിടെ വരുന്ന സമയത്ത് നമ്മള് നമ്മള് പൊതുവെ ബ്ലോഗെല്ലാം കുറവ് തന്നെയാണ് ഉണ്ടാവില്ലേ. അപ്പൊ ഹൃദയ ഇവിടെ തന്നെ നിൽക്കുന്നോണ്ടാണ് ഹൃദയനെ ആ 2-3 വീഡിയോസിൽ നമുക്ക് കിട്ടിയത്. 1 മാസത്തിന്റെ 1.5 മാസമായിട്ട് നിന്നിട്ട് നമുക്ക് ആകെ 3-4 ബ്ലോഗ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്താ മോളെ? അപ്പൊ എന്തായാലും ഒരു കാര്യം, വസീബ് ഇപ്പം എന്താ പറയാ, ഇവന്റെ ഉമ്മ പോകുന്നുണ്ട്, കൂട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. വന്നിട്ടാവുമ്പോ നമുക്ക് അവിടെ വിശേഷം പറയാം. അപ്പൊ നമ്മളെ സായനോട് എത്തിയിരുന്നു കേട്ടാ. കുറച്ച് സമയം വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നേ തരാ. ഒരു ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ചിട്ടാണ് വന്നിട്ടാ. സായനെ കാണാത്തോണ്ട് കൊറേ ആള് ചോദിക്കുന്നുണ്ട്. വ്ളോഗിൽ ഇപ്പൊ കൊറേ ആള് കാണാത്തേ, വേറെ അങ്ങനെ ഉണ്ടാകില്ലല്ലോ. നമ്മൾ വ്ളോഗ് എടുക്കുന്ന സമയത്ത് ആളിവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മള് ഇവിടെ നേരത്തെ പറഞ്ഞല്ല, കണ്ണൂര് അവളെ വീട്ടിൽ തന്നെ ഉണ്ടാവുകയും. ആ ടൈം കുറേ. ആരാ വന്ന നമ്മളെ? ആറ്റാന്റെ ഫ്രണ്ട്. ആറ്റാനെ വിളിക്കാൻ ആറ്റാന്റെ ഫ്രണ്ട് വന്ന്. ഇനി വന്ന കിട്ടൂല. കെട്ടിക്കോ. ഇത് ഫസ്റ്റ് വെച്ചിട്ട് ബാക്കിയെല്ലാം ചുറ്റുവെക്കാനാ? അത് നല്ല തന്നെയാ തൂക്കുന്നത്. എന്താന്ന് വേണ്ട പോക്ക്? എന്താന്ന് ചോദിക്കുന്നത്? മുടിയെല്ലാം കിട്ടി തന്നെ അടിപൊളിയാക്കീനല്ല. എന്താണ് പറയുന്നത്? ബാബിനോട് എന്താ പറയുന്നത്? എന്താ പറയുന്ന സാധനങ്ങള്? ബലൂണാ? ബലൂണല്ല ഒരു രണ്ടാളും കൂടി കളിക്കുന്നത്. അപ്പൊ ഇവിടെ പെട്ടിയെല്ലാം ഏകദേശം സാധനങ്ങൾ സെറ്റായി. വെയിറ്റ് നോക്കിയാ സെറ്റായി അല്ലേ? സെറ്റ്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂ ആയിട്ടുള്ള വ്ളോഗ് നമ്മള് ഉമ്മ പോകുന്ന സമയത്ത് എടുക്കാം അല്ലേ? ഇന്ന് രാത്രി ആയിട്ടാ ആള് പോകുന്നത്. രാത്രി നാളെ പുറച്ചൊക്കെയാണ് നെറ്റ്. സായനെ കിട്ടിയതിന്റെ സൗസാക്കിലുണ്ടത്. എന്താണ് കളി? ഓക്കെ, അപ്പൊ അത് ഈ ഒരു വീഡിയോയുടെ വൈകിട്ട് നമ്മളീ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു പെട്ടികെട്ടൽ വ്ളോഗ്. നമ്മളെന്തായാലും കണ്ടിന്യൂ ആയിട്ട് പോകുന്ന സമയത്ത് ഇന്ന് രാത്രി 12:30 ആ ഒരു ടൈമിനായിരിക്കും സായറെല്ലാം വരുന്നെന്ന് പറയുന്നുണ്ട്. സായർ ഇതുവരെ എയർപോർട്ടിൽ വിളിക്കില്ല, കണ്ണൂർ എയർപോർട്ടിൽ വിളിക്കില്ല. അതെ, ഇൻഷാ അല്ലാഹ് നമ്മള് പോകുന്ന സമയത്ത് ഒരു വ്ളോഗ് എടുക്കാം. ഓക്കെ, ബൈ.